ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. ബാർ ഉടമകളിൽ നിന്ന് KM മാണി കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതി. 2 ഘട്ടമായി കോഴ വാങ്ങിയതിന്റെ തെളിവുകൾ കോടതി ശരിവെച്ചു. തുടരന്വേഷണത്തിന് ഉത്തരവ്. SP സുകേശൻ തന്നെ അന്വേഷിക്കണമെന്ന നിർദ്ദേശം. ഹൈക്കോടതിയിൽ വിജിലൻസ് അപ്പീൽ നൽകും. രാജ്യാവശ്യം KM മാണി മന്ത്രിമാർക്കെതിരെ തുടരന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെയുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ എനിക്കും ബാധകമാണ്. മാണിക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ. രാജിക്കൊരുങ്ങി വിജിലൻസ് ഡയറക്ടർ വിൻസൻ M. പോൾ. വിജിലൻസിൻ്റെ സൽപ്പേരിന് ഇരുന്ന് ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല നിർബന്ധമുണ്ട്. സത്യം ജയിച്ചുവെന്ന് DGP ജേക്കബ് തോമസ്. രാജി ആവശ്യപ്പെട്ട് മാണിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ പ്രതിപക്ഷം. കേരള ഹൗസിലെ ബീഫ് വേട്ടയിൽ രാജ്നാഥ് സിംഗ് ഖേദം പ്രകടിപ്പിച്ചു. പോത്തിറച്ചി വിളമ്പാൻ അനുവദിക്കില്ല എന്ന് ഹിന്ദുസേന. അസഹിഷ്ണുത അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ശാസ്ത്രജ്ഞൻ PM ഭാർഗവ പത്മഭൂഷൺ തിരിച്ചു നൽകി. പ്രതിഷേധവുമായി ചരിത്രകാരന്മാരും. ഇന്ത്യയിലേക്ക് മടങ്ങിവരണമെന്ന് അധോലോക ഭീകരൻ ഛോട്ടാ രാജൻ. കീഴടങ്ങിയതാണെന്ന വാർത്ത തെറ്റ്. ലഷ്കർ ഇ തോയ്ബ ഭീകരൻ അബു ഖ്വാസിമിനെ സൈന്യം കൊലപ്പെടുത്തി. ബീഹാറിൽ മഹാസഖ്യം വിജയമുറപ്പിച്ചതായി നിതീഷ് കുമാർ റിപ്പോർട്ടർ. So we are confident. I am asking people's support on the basis of our work. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രം വിജയിക്കില്ല. അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിന് മടിയില്ലെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രം. മസിൽ പവർ കാണിച്ച് വിരട്ടേണ്ട. ദക്ഷിണ ചൈന കടലിൽ US പടക്കപ്പലെത്തിയതിൽ പ്രതിഷേധം അറിയിച്ചു. ഹർഭജൻ സിംഗ് വിവാഹിതനായി. വധു മോഡൽ ഗീത ബസ്ര. ചടങ്ങ് ജലന്ധറിലെ ഗുരുദ്വാരയിൽ പരമ്പരാഗത രീതി. ബാർ കോഴക്കേസിൽ ബാർ ഉടമകളിൽ നിന്ന് KM മാണി കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതി. മാർച്ച് 22, ഏപ്രിൽ 2 എന്നീ തീയതികളിൽ 2 ഘട്ടമായി കോഴ വാങ്ങിയതിന്റെ തെളിവുകൾ കോടതി ശരിവെച്ചു. മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളി. 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപ കോഴ കൊടുത്തതിനെക്കുറിച്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. SP സുകേശൻ തന്നെ അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 1988 അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി കേസുകളിൽ വിചാരണയ്ക്കായി സാഹചര്യ തെളിവുകൾ മാത്രം മതിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KM മാണി അഴിമതി നടത്തിയെന്ന് തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതി വ്യക്തമാക്കുന്നത്. 2014 മാർച്ച് 22 ഏപ്രിൽ 2 നടന്ന കോഴ ഇടപാടുകളിൽ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നും മതിയായ തെളിവുകൾ ഇതിനുണ്ടെന്നും ജഡ്ജി ജോൺ K. ഇല്ലിക്കാടൻ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏപ്രിൽ 2 10 ലക്ഷം രൂപ കൈമാറിയതിന് നേരിട്ടുള്ള തെളിവുകളുണ്ട്. ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ വഴി പണം കൈമാറുന്നത് കണ്ടുവെന്നാണ്. അമ്പിളി താൽപര്യമുള്ള സാക്ഷിയാണെന്ന് പ്രോസിക്യൂഷന്റെ വാദം വിചാരണ വേളയിൽ മാത്രം പരിശോധിക്കേണ്ടതാണെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. 2014 മാർച്ച് 22 KM മാണിയുടെ പാലയിലെ വസതിയിൽ വെച്ച് 15 ലക്ഷം രൂപ ബാർ ഉടമയായ ജോൺ കല്ലാട്ടിന് കൈമാറിയെന്നാണ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ ജേക്കബ് കുര്യൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ പണം മാണിയുടെ വസതിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതായും ജേക്കബ് കുര്യൻ പറയുന്നുണ്ട്. പണം KM മാണിക്ക് നൽകിയില്ലെങ്കിൽ ജോൺ കല്ലാട്ട് അത് ട്രഷറർക്ക് തിരിച്ചു നൽകേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ലെന്ന് വിധിന്യായത്തിൽ ജഡ്ജി ജോൺ K. ഇല്ലിക്കാടൻ ചൂണ്ടിക്കാട്ടുന്നു. അതായത് മാർച്ച് 22 ഏപ്രിൽ 2 25 ലക്ഷം രൂപ KM മാണി കോഴ വാങ്ങിയെന്ന് സംശയത്തിനിട നൽകാതെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. 2ാം ഘട്ടം 50 ലക്ഷം രൂപ നൽകിയത് 2014 മാർച്ച് 30 31 എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ബിജു രമേശ് ഹാജരാക്കിയ ഫോൺ ശബ്ദരേഖകളുടെ പരിശോധനയും ഇതുവരെ നടന്നിട്ടില്ല. ഈ കേസിലേക്ക് ഏതെങ്കിലും തരത്തിൽ അത് സഹായം ചെയ്യുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പിരിച്ചെടുത്ത നിയമഫണ്ടിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത് പരിശോധിച്ചാൽ മാത്രമേ 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപ കൈമാറിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജ് ജോൺ K. ഇല്ലിക്കാടൻ 61 പേജുള്ള വിധിന്യായത്തിൽ പറയുന്നത്. 2 ഘട്ടമായി 25 ലക്ഷം രൂപ KM മാണി കോഴ വാങ്ങിയെന്ന കോടതിയുടെ കണ്ടെത്തൽ വിചാരണ നടത്താൻ പര്യാപ്തമായ ഒന്നായി മാറും. 31-ാം തീയതി 50 ലക്ഷം രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം കൂടി വരുമ്പോൾ മാണിക്കുമേലുള്ള കുരുക്ക് മുറുകുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് K. രതീഷിനൊപ്പം സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ. ബാർ കോഴക്കേസിലെ വിജിലൻസ് കോടതിയുടെ വിധിന്യായത്തിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെ രൂക്ഷ വിമർശനം. വസ്തുതാ റിപ്പോർട്ട് മാറ്റാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ വിജിലൻസ് ഡയറക്ടർ സമ്മർദ്ദം ചെലുത്തിയതായി വിധിന്യായത്തിൽ പറയുന്നു. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അധികാരമെന്ന് കോടതി നിരീക്ഷിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രശംസിച്ച ജഡ്ജി ജോൺ K. ഇല്ലിക്കാടൻ വിജിലൻസ് ഡയറക്ടർക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. അന്തിമ റിപ്പോർട്ടിൽ വിജിലൻസ് ഡയറക്ടറുടെ അഭിപ്രായമാണ് പ്രകടമാകുന്നതെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ വസ്തുതാവിവര റിപ്പോർട്ടോ ശേഖരിച്ച തെളിവുകളോ പരിശോധിക്കാതെ വിജിലൻസ് ഡയറക്ടർ തന്റെ മേൽനോട്ട അധികാരം ഉപയോഗിച്ച് അവയെല്ലാം നിരാകരിച്ചു.
ഇത് മോശമായ പ്രവണതയാണ്. തന്റെ റിപ്പോർട്ടിനനുസൃതമായി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന്മേൽ സമ്മർദ്ദം ചെലുത്തിയതായും കോടതി വിധിന്യായത്തിൽ നിരീക്ഷിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായി പ്രത്യേക രീതിയിൽ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന് അവകാശമില്ലെന്നും കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ അവകാശമെന്നും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾ പരിശോധിച്ച ശേഷം വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ഡയറക്ടർക്ക് തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ അതുമുണ്ടായില്ല. നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ മറികടന്ന് പുറത്തുനിന്ന് നിയമോപദേശം തേടിയതിന് തൃപ്തികരമായ മറുപടി പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ബാർ കേസിലെ കോടതി വിധി വന്നതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം കെ.എം. മാണി തള്ളി. രാജിവെക്കില്ലെന്ന മാണിയുടെ നിലപാടിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിന്തുണച്ചു. കേസ് 100 വട്ടം അന്വേഷിക്കട്ടെ എന്ന് മാണി പറഞ്ഞപ്പോൾ പാമോലിൻ കേസിലെ സ്വന്തം നിലപാട് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി മാണിയെ ന്യായീകരിച്ചു. കനത്ത തിരിച്ചടിയുമായി കോടതി വിധി വന്നതോടെ പാലയിലെ വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരോട് കെ.എം. മാണിയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. മുഴുവൻ അന്വേഷണവും നടത്തി സത്യം പുറത്തു വരികയല്ലേ നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സത്യം അവസാനം തെളിയും. ഞാൻ സത്യത്തെ മുറുകെ പിടിക്കുന്നു. സത്യം അവസാനം തെളിയും. കോടതി വിധിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനെ. രാജിവെക്കില്ലെന്ന സ്വന്തം നിലപാടിനെ ന്യായീകരിക്കാൻ UDF-ൽ മുൻപുണ്ടായിരുന്ന കീഴ്വഴക്കവും കെ.എം. മാണി ഭംഗ്യന്തരേണ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിമാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ തുടരന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെയുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ എനിക്കും ബാധകമാണ്. മാണിയുടെ നിലപാടിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വന്തം അനുഭവം വെച്ചാണ് ന്യായീകരിച്ചത്. പാമോലിൻ കേസിൽ കോടതി വിധിയുണ്ടായപ്പോൾ താൻ രാജിവെച്ചിരുന്നില്ല. പിന്നീട് കോടതിയിൽ നിന്ന് തന്നെ തനിക്ക് അനുകൂലമായ വിധിയുണ്ടായി. ബാർ കേസിൽ ഇപ്പോഴുണ്ടായത് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായ സ്വാഭാവിക വിധിയാണ്. മാണിയോട് രാജി ആവശ്യപ്പെടില്ലേ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു. ഒരാളോട് ഉപദേശിക്കുമ്പോൾ ആ ഉപദേശിക്കുന്ന ആൾ എന്ത് മാതൃക കാണിച്ചെന്നോട് വേണ്ടേ? ഞാൻ കാണിച്ചത് എന്താ? ഇതുപോലൊരു സംഗതി വന്നപ്പം ഞാൻ രാജിവെക്കുകയാണോ ചെയ്തത്? വെക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാവുന്നത് എന്റെ കേസാണ്. എന്നാൽ പാമോലിൻ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയെ പുകച്ച് പുറത്തു ചാടിച്ചതുപോലെ ഈ കേസിലെ ജഡ്ജിയെയും പുറത്താക്കുമോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രകോപിതനായാണ് പ്രതികരിച്ചത്. അനാവശ്യം പറയുന്നത് പ്ലീസ് കേട്ടോ. നിങ്ങളെ മാധ്യമ പ്രവർത്തകര് ആണെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് അനാവശ്യവും പറയാമെന്ന് വെച്ചാൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. റിപ്പോർട്ടർ, കോട്ടയം, തിരുവനന്തപുരം. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിയുകയാണെന്ന വിൻസൻ എം പോൾ. വിജിലൻസിന് താൻ കാരണം ചീത്തപ്പേര് വരാൻ പാടില്ല. നിയമത്തിന്റെ ഉള്ളിൽ നിന്നാണ് പ്രവർത്തിച്ചതെന്നും തെറ്റു ചെയ്യാത്തതിനാൽ കുറ്റബോധമില്ലെന്നും വിൻസൻ എം പോൾ വ്യക്തമാക്കി. അതേസമയം കോടതി വിധിയിലൂടെ സത്യം ജയിച്ചെന്ന് DGP ജേക്കബ് തോമസ് പ്രതികരിച്ചു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്നത് വീണ്ടും സംശയങ്ങൾക്ക് വഴിവെക്കുമെന്നും അതിനാൽ അവധിയിൽ പ്രവേശിക്കുകയാണെന്നും വിൻസെന്റ് എം പോൾ അറിയിച്ചു. താൻ എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങളെന്നും അതുകൊണ്ട് തന്നെ സ്ഥാനത്ത് തുടർന്ന് വിജിലൻസിന് ചീത്തപ്പേര് കേൾപ്പിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരന്വേഷണം പറഞ്ഞേക്കുന്ന സാഹചര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് സംശയങ്ങൾക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേവരെയുള്ള വിമർശനങ്ങൾ വെച്ചുകൊണ്ട് ഞാനെന്തോ തെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും വിജിലൻസിൻ്റെ സൽപ്പേരിന് ഇരുന്ന് ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. ചില സമയത്ത് നമ്മൾ എന്താ പറയുക, മാറി നിൽക്കേണ്ടതായിട്ട് വരും സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട്. നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമാണ് പ്രവർത്തിച്ചത്, അതിനാൽ കുറ്റബോധമില്ല. ഒരിക്കലുമില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കുറ്റബോധം തോന്നുക. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്തേക്കുന്നതെന്ന് ചങ്കൂറ്റത്തോട് കൂടിയിട്ട് സധൈര്യം പറയാനായിട്ട് സാധിക്കും. ബാർക്കോഴ കേസിൽ സമ്മർദ്ദങ്ങളോ ഇടപെടലുകളോ ഉണ്ടാവാൻ അവസരം നൽകിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിൽ വിൻസെന്റ് പോൾ വിശദീകരിച്ചു. അതേസമയം ബാർക്കോഴ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അഴിമതി ബോധ്യപ്പെട്ടതാണെന്നും കോടതി വിധിയോടെ സത്യം ജയിച്ചെന്നും DGP ജേക്കബ് തോമസ് പ്രതികരിച്ചു. സത്യം വിജയിച്ചു എന്നുള്ള ഒരു ഗണത്തിൽ അത് കാണാൻ പറ്റും. റിപ്പോർട്ടർ, കോഴിക്കോട്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ അജയ് തറയിൽ, ശ്രീ ആന്റണി രാജു, ശ്രീമതി സാറ ജോസഫ് തുടങ്ങിയവരെ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അജയ് തറയിൽ, ഇനി എന്തു പറഞ്ഞു പിടിച്ചു നിൽക്കാൻ സാധിക്കും? കെ.എം. മാണി 2 തവണയായി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന് ഇപ്പോൾ ഇതാ കോടതി തന്നെ കാണുന്നു. ഇനിയും കെ.എം. മാണിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക UDF-നെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും സാധ്യമാണോ?
അല്ല അഭിലാഷേ, കെ എം മാണി കോഴ വാങ്ങിയെന്ന് കോടതി എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങളാരും കണ്ടില്ല കോഴ വാങ്ങി എന്ന് കോടതി പറഞ്ഞതായിട്ട്. അങ്ങനെ ഒരു വിധിയുണ്ടായിട്ടില്ല. ഇത് ഒരു വിജിലൻസ് കോടതിയിലെ വിജിലൻസ് ഡയറക്ടർ, വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കൊടുത്ത ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ഒരു പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സ്വാഭാവികമായി ഇതിനു മുമ്പ് പല കേസുകളും ഉണ്ടായിട്ടുള്ള വിഷയമാണ്. പല കേസുകളിലും ഉണ്ടായിട്ടുണ്ട് ശ്രീ അജയ് തറയിൽ. പക്ഷേ ഇവിടെ ഈ 68 പേജുള്ള വിധിന്യായത്തിൽ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, 22-ാം തീയതിയും 2/4/14 പണം നൽകിയതിന് മതിയായ തെളിവുകളുണ്ട് എന്ന് കോടതിക്കും ബോധ്യം വന്നിരിക്കുന്നു എന്നാണ്. കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ കേസുണ്ട് എന്ന് കോടതി തന്നെ പറയുകയാണ്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദർ ഈസ് സഫീഷ്യന്റ് മെറ്റീരിയൽസ് ഇൻ മേക്കിംഗ് എ പ്രൈമ ഫേസിയ കേസ് എന്ന് പറയുന്നത് കോടതി ഈ ഉത്തരവിലൂടെയാണ്. കെ എം മാണി കോഴ വാങ്ങി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. അല്ല, കോടതി ഒരു മന്ത്രിയെക്കുറിച്ച് കോഴ വാങ്ങിയെങ്കിൽ കോഴ വാങ്ങി എന്ന് പറഞ്ഞ് ആ മന്ത്രിക്കെതിരെ ഒരു വിധി പ്രസ്താവിക്കണം. ആ മന്ത്രിയെ കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മന്ത്രിക്ക് മാറി നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഈ കേസ് ക്ലോസ് ചെയ്യാൻ ആണ് വിജിലൻസിന്റെ അപേക്ഷ. നോക്കൂ, അവിടെ കോടതി തന്നെ വ്യക്തമാക്കുന്നത് അന്വേഷണ സംഘം കോടതിയാകേണ്ട എന്നുള്ളതാണ്. വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ടിനെ കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എന്ന് മാത്രമല്ല, ആദ്യം നൽകിയ ഫാക്ച്വൽ റിപ്പോർട്ടിൽ കോടതി ഊന്നുകയും ചെയ്യുന്നു. ഇത് കോടതി എന്താ ചെയ്യേണ്ടത്? കോടതി ഇനി FIR കൊടുത്തതിന് ശേഷം കോടതി കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി കേസ് നടത്തട്ടെ, വിചാരണ ചെയ്യട്ടെ. ആ സമയത്ത് കെ എം മാണി കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് തോന്നിയാൽ നിങ്ങൾ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. കെ എം മാണി ഓട്ടോമാറ്റിക്കായി മധ്യസ്ഥാനത്ത് പോകും. ആ ദിവസം വരെ ഇതിങ്ങനെ വലിച്ചു നീട്ടുന്ന കാലഘട്ടം വരെ ഈ ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയും നേരിടുന്നില്ല. ശരി, സുനിൽകുമാർ MLA, കെ മാണി വിചാരണ പൂർത്തിയായി അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് വിധി വരും വരെ ഈ തൽസ്ഥിതി തുടരും. അതായത് കെ എം മാണിയെ കോൺഗ്രസും UDF-ഉം സംരക്ഷിക്കും. ഇത് നാണവും മാനവും ഇല്ലാത്തവരുടെ ഗവൺമെന്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കള്ളന്മാരുടെ മന്ത്രിസഭയാണെന്നും മനസ്സിലായില്ലേ? അവരിൽ നിന്ന് നിങ്ങൾ ഇതിനപ്പുറത്ത് എന്തിനാ പ്രതീക്ഷിക്കുന്നത്? എന്തിനാ ഇവർ ഇനി രാജിവെക്കൽ? ഇനി കെ എം മാണിയെ വിജിലൻസ് കോടതി ശിക്ഷിച്ചാൽ പറയും ഹൈക്കോടതി ഞങ്ങൾ അപ്പീൽ പോയിരിക്കുകയാണ്, ഹൈക്കോടതി പറയട്ടെ, സുപ്രീം കോടതി വരെ ഞങ്ങൾ പോകും, അപ്പം പറയാമെന്ന് അവർ പറയുള്ളൂ. കാരണം ഈ കേസിൽ ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്തായിരുന്നു? കെ എം മാണി പരിപൂർണമായിട്ടും അദ്ദേഹം കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ട് കൊടുത്തു. കെ എം മാണിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന റിപ്പോർട്ട് കൊടുത്തു. കെ എം മാണി കുറ്റവാളിയല്ല എന്ന റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയത് ഫാക്ച്വൽ റിപ്പോർട്ട് ആയിരുന്നില്ല. ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടറുടെയും ഗവൺമെന്റിന്റെയും ഇടപെടൽ മൂലം ഫാക്ച്വൽ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തു. ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യം ചെയ്യലാണ്, വിജിലൻസ് സത്യസന്ധമായി അന്വേഷിച്ച കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിജിലൻസ് ഉദ്യോഗസ്ഥൻ സുകേശൻ കണ്ടെത്തിയ കാര്യങ്ങളൊന്നും അവിടെ പറയാതെ അവർ റിപ്പോർട്ട് മാത്രം കൊടുത്തപ്പോഴാണ് ഞങ്ങൾ കോടതിയിൽ കക്ഷി ചേർന്നപ്പോൾ ഫാക്ച്വൽ റിപ്പോർട്ട് അടക്കമുള്ള എല്ലാ രേഖകളും കോടതിക്ക് മുമ്പാകെ കൊണ്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊണ്ടുകൊടുത്തപ്പോൾ കോടതി എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇവർ നടത്തിയിരിക്കുന്ന എല്ലാ കള്ളക്കളിയും ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു, അപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കെ എം മാണി കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയ കാര്യം കോടതി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ തുടരന്വേഷണം എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഒന്നാം പ്രതി കെ എം മാണിയെ കുറ്റക്കാരനാക്കി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി കെ എം മാണിയെ ചെയ്യേണ്ടതെന്ന ഉമ്മൻചാണ്ടിയുടെ പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന മറ്റാരെങ്കിലും അല്ലെങ്കിൽ മന്ത്രിമാർക്കോ മറ്റാർക്കെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും പണം സൂക്ഷിച്ചിട്ടുണ്ടോ? കെ എം മാണി കാശ് എവിടെ കൊണ്ടുപോയി? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് അന്വേഷിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തുടരന്വേഷണം അല്ലാതെ പിന്നെ എന്താണ് കോടതിക്ക് പറയാൻ കഴിയുക? അതാണ് ശ്രീ അജയ് തറയിൽ ഇത് കേരള കോൺഗ്രസ് മാത്രം ഉത്തരം പറയേണ്ട വിഷയവുമല്ല. ഏപ്രിൽ 2-ാം തീയതി കെ എം മാണിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് പണം കൈമാറ്റം നടന്നതിന് നേരിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളല്ല, അന്വേഷണ സംഘം പോലുമല്ല, കോടതിയാണ്. കോടതി സംസ്ഥാനത്തെ ഒരു മന്ത്രി കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ്. പക്ഷേ കോടതി പറഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കോടതി പറയുകയല്ലോ, കോടതി വിധി പറയട്ടെ.
അല്ല, കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു മന്ത്രി മാറിയിക്കണമെന്ന് പറഞ്ഞ എന്താ അർത്ഥമുള്ളത്? കോടതി വിധി പറയട്ടെ. ഇങ്ങനെ പറയാൻ ആർജവം കാണിച്ച കോടതി ഈ മന്ത്രി കോഴ വാങ്ങി എന്ന് വിധി കണ്ടെത്തി പറയട്ടെ. അല്ലാതെ കോടതിയുടെ ഒരു പരാമർശത്തെ മാത്രം മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, ശ്രീ അജയ് തറയിൽ ഒരു പരാമർശമല്ല, പരാമർശങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. നോക്കൂ, ഇൻ കേസ് അറ്റ് ഹാൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ അലേജ്ഡ് ഇൻസിഡന്റ് ഓൺ 2/4/2014 ഡയറക്റ്റ് എവിഡൻസ് ആസ് വെൽ ആസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ആർ അവൈലബിൾ. ഇതേവരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF നേതൃത്വവും പറഞ്ഞത് കെ മാണി കോഴ വാങ്ങിയതിന് തെളിവില്ല എന്നായിരുന്നല്ലോ. ഇപ്പോൾ വിജിലൻസ് കോടതി, ഈ കേസ് കേട്ട കോടതി there are evidences available എന്ന് വ്യക്തമാക്കുകയാണ് വിധിന്യായത്തിൽ. ഏതായാലും പുനരന്വേഷണം നടത്താൻ കോടതി പതിനിക്കുകയാണ്. പുനരന്വേഷണം നടത്തട്ടെ. പുനരന്വേഷണം നടത്തി കോടതി പതിരിക്കുന്ന പോലെ ബാർ ഉടമകൾ കാശ് കൊടുത്തോ, അവരുടെ സംഭാഷണം എന്തൊക്കെയാണ്, അതുപോലെ പാലായിലെയും ഔദ്യോഗിക വസതിയിലും വെച്ച് കാശ് കൊടുത്തു എന്ന് പറയുന്ന ദിവസം നടന്ന സംഭാഷണങ്ങളും ചർച്ചകളും എന്തൊക്കെയാണ്, അത് അന്ന് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു വരട്ടെ. അഭിലാഷേ, നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കഴുത്തേക്ക് മുറിച്ചു കളയാം എന്ന് പറഞ്ഞത് ഇതിൽ കൂടുതൽ നിജസ്ഥിതി എന്താണ് പുറത്തു വരാനുള്ളത് എന്ന് മാത്രമല്ല, ഈ കേസ് അട്ടിമറിച്ചതിന്റെ പാപഭാരം സംസ്ഥാന സർക്കാരിലുണ്ട്, ആഭ്യന്തര വകുപ്പിലുണ്ട്. അതിരൂക്ഷമായാണ് വിജിലൻസ് ഡയറക്ടറെ ഇന്ന് കോടതി വിമർശിച്ചിട്ടുള്ളത് എന്നുകൂടി കാണണം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ മറികടക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് അവകാശമില്ല എന്നാണ് ഈ വിധിന്യായം പറയുന്നത് എന്ന് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിയായാണ് അന്വേഷിച്ചത്, മേലുദ്യോഗസ്ഥൻ സത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നുകൂടി ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട് എന്നോർക്കണം. ഈ കേസ് അട്ടിമറിക്കാൻ വിജിലൻസ് ഡയറക്ടറെ ഉപയോഗിച്ച് ശ്രമിച്ചതും കോടതി ഇതാ ചൂണ്ടിക്കാട്ടുന്നു. അഭിലാഷെ, പുനരന്വേഷണം നടക്കട്ടെ. പുനരന്വേഷണം നടത്തി കുറച്ചുകൂടി ഡീറ്റെയിൽഡായി കാര്യങ്ങൾ കിട്ടണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിലായി കിട്ടിക്കോട്ടെ. കെ.എം. മാണി പറഞ്ഞല്ലോ 101 പ്രാവശ്യം അന്വേഷിച്ചു കൊള്ളട്ടെ, എനിക്ക് വിരോധമില്ല. 101 പ്രാവശ്യം അന്വേഷിച്ചാലും എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് കെ.എം. മാണി പറഞ്ഞിരിക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ്. കോടതിക്ക് അതെന്തായാലും ബോധ്യപ്പെട്ടിട്ടില്ല. കോടതിക്ക് ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ തുടരന്വേഷണം ആവശ്യമായി തോന്നിയത് ഈ രണ്ടാമത്തെ പണം കൈമാറ്റം മാർച്ച് 31 തീയതി നടന്ന പണം കൈമാറ്റത്തെ പറ്റിയാണ് എന്ന് തോന്നുന്നു. ശ്രീ വി.എസ്. സുനിൽകുമാർ, 101 തവണ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് കെ.എം. മാണിയും പറയുന്നത്. ഇനിയും ചികഞ്ഞു നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് UDF നേതൃത്വം ആകെ ഇപ്പോഴും നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ ഞാനും അഭിലാഷും അജയ് തറയിലും ഈ നാട്ടിലെ വില്ലേജ് ഓഫീസറും ഈ നാട്ടിലെ ഭിക്ഷക്കാരനും ഒരുപോലെയാണ്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൈക്കൂലി കേസിൽ അവൻ പ്രതിയാണ് എന്ന്, അവൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നൊരു വില്ലേജ് ഓഫീസറെ പറ്റി കോടതി പറഞ്ഞാൽ ആ വില്ലേജ് ഓഫീസർക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? അന്വേഷിക്കട്ടെ, 101 അന്വേഷിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അവനെ നാട്ടുകാർ വെറുതെ വിടാൻ പോകുന്നുണ്ടോ? കെ.എം. മാണിക്ക് മാത്രം എന്താ അങ്ങനെ പറയാൻ കഴിയുന്നത്? എന്താ, കെ.എം. മാണി മന്ത്രിസ്ഥാനം തുടർന്നുകൊണ്ടാണ്, അധികാരത്തിരിക്കുകയാണ്. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകും, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്ന നിയമമന്ത്രി നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. ഒരു കോടതി അദ്ദേഹത്തിനെതിരെ കേസുണ്ടെന്നും തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും മാന്യം മര്യാദയും നാണോ ഇല്ലാതെ അവിടെ ചമഞ്ഞിരിക്കുന്നതിനെ മുക്കാലിൽ കെട്ടിയടിക്കണ്ടേ? ഈ നാട്ടിലെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കണ്ടേ? എന്നിട്ടാണ് ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാന്യന്മാർ വന്നിരിക്കുകയാണ്. എന്ത് നിയമമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടില്, ഈ നാട്ടിൽ ജനങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസം ഉണ്ടാവുമോ? ഈ ഗവൺമെന്റ് റൂൾ ഓഫ് ലോ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഉമ്മൻചാണ്ടി പാം ഓയിൽ കേസിൽ രാജിവെച്ചില്ല, തുടരന്വേഷണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോ കെ.എം. മാണി പറയുന്നത്. അന്ന് പാം ഓയിൽ കേസിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന ചർച്ച ഉണ്ടായപ്പോ മുന്നിൽ നിന്ന് കെ.എം. മാണിയാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി രാജിവെക്കണ്ട എന്നുള്ളത്. അതിന്റെ നന്ദി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുക ഉമ്മൻചാണ്ടി പറയുന്നത് എന്താ? ഉമ്മൻചാണ്ടി അന്ന് ഞാൻ രാജിവെച്ചെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മൻചാണ്ടി അന്ന് ആ കേസിലെ വിറ്റ്നസ് മാത്രമായിരുന്നു. ഇപ്പൊ എന്താ? ഈ കേസിലെ പ്രതിയാണ് ഉമ്മൻചാണ്ടി. കെ.എം. മാണിക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് കേസ് ഉണ്ട് എന്ന് തെളിഞ്ഞു. നിങ്ങൾ ഇനി അന്വേഷിക്കണമെന്ന് പറയാണ്. അപ്പൊ അജയ് തറയിൽ വന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഇനി പിന്നെ അന്വേഷിച്ചു വരട്ടെ. അപ്പൊ നിങ്ങൾ ഇതുവരെ നടത്തിയത് എന്താ? നിങ്ങൾ അന്വേഷിക്കാതെയാണോ ഫയൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ 1988 അഴിമതി നിരോധന നിയമത്തിന്റെ 7-13 വകുപ്പുകൾ പ്രകാരം കെ.എം. മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫാക്ച്വൽ റിപ്പോർട്ട്. ഇതിനെയാണ്
കോടതി ശരിവച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിയായാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ അതിനെ വളച്ചൊടിക്കാൻ നോക്കിയെന്ന് ആരോപിച്ചിരിക്കുന്നത്. സുകേശന്റെ റിപ്പോർട്ടിനെ, അതായത് കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ തെളിവുകളുണ്ട്, അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് 100% ശരിവച്ചിരിക്കുകയാണ് കോടതി. അതല്ലാതെ ഈ പാമോലിൻ കേസിലെ ഉദാഹരണം എടുത്തുകൊണ്ട് പോലും ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ. ഇത് കോടതിയുടെ ബേസിക് കോടതിയാണ്. ഇനി എത്രയോ കോടതികൾ കിടക്കുന്നു, എന്തെല്ലാം രീതിയിലുള്ള കേസുകൾ പോകാൻ കിടക്കുന്നു. അഭിലാഷേ, ഈ അഴിമതി നിരോധന നിയമപ്രകാരം ഒരു മന്ത്രിയുടെ പേരിൽ ഒരു കോടതി അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിധി ഉണ്ടാകുകയും ശിക്ഷിക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ആ മന്ത്രിയുടെ MLA സ്ഥാനമോ MP സ്ഥാനമോ നഷ്ടപ്പെടും. അതാണ് നിയമം. നമ്മൾ ആരും തലതല്ലി ചായേണ്ട ആവശ്യമില്ല. സമർപ്പിച്ച് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കണമല്ലോ. അതിന് കേസ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കണമല്ലോ. ഇവിടെ കുറ്റപത്രത്തിൽ കെ എം മാണിയെ പേര് ചേർക്കാൻ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാനുള്ള അപേക്ഷയാണ് വിജിലൻസ് കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് ഇവിടെ കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കോടതി പറയുന്നത്. 2 തവണയായി പണം വാങ്ങിയതിന് തെളിവുണ്ട് എന്ന് കോടതി ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടും അദ്ദേഹം മന്ത്രി കസേരയിൽ ഇരിക്കുകയാണ്. അല്ല, ഞാൻ കണ്ടില്ല കോടതി അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട്. അങ്ങനെ കോടതി പറഞ്ഞതായിട്ടുള്ള ഒരു റെക്കോർഡും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ 2 പ്രാവശ്യം കോഴ വാങ്ങിയതായി ഫാക്ച്വൽ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നു എന്ന് കോടതിക്ക് നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു പൊതുരേഖയായി മാറിയല്ലോ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കം വേണ്ട. ഈ നാട്ടിലെ പൗരനും ആക്സസിബിൾ ആകുന്ന വിധത്തിലേക്ക് ആ റിപ്പോർട്ട്, ആ രേഖ, ആ ഉത്തരവ് ഏതാനും നിമിഷങ്ങൾക്കകം മാറുകയും ചെയ്യും. പ്രിൻസ് ലൂക്കോസ്, യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ പ്രിൻസ്, ഇനി എന്ത് പറഞ്ഞു നിൽക്കാൻ സാധിക്കും? കെ മാണി കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് ഇതാ കോടതിയും പറയുന്നു. അങ്ങനെ കേരളത്തിലെ ധനമന്ത്രി കോഴ മേടിച്ചിട്ടുണ്ട് എന്നൊന്നും കോടതി ഒരു പരാമർശം നടത്തിയിട്ടില്ല. ഇവിടെ ഇന്നുണ്ടായിരിക്കുന്ന വിധി, കോടതി വിധി, ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ പ്രോസസിംഗിന്റെ ഭാഗമായി തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഉത്തരവായിട്ടുള്ളത്. അത് കേരളത്തിന്റെ ധനമന്ത്രി ഇന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 101 പ്രാവശ്യം അന്വേഷിക്കട്ടെ. അല്ല, കെ എം മാണി അത് പറഞ്ഞതിന് ശേഷമാണ് 68 പേജുള്ള ഈ വിധിയുടെ പകർപ്പ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ശ്രീ പ്രിൻസ്, അതിൽ പറയുന്നത് ദർ ഈസ് സഫീഷ്യന്റ് മെറ്റീരിയൽസ് എന്നാണ്. കെ എം മാണി 2 തവണ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രഥമദൃഷ്ട്യാ ഒരു കേസെടുക്കുന്നതിന് ഉള്ള മതിയായ തെളിവുകൾ, സഫീഷ്യന്റ് മെറ്റീരിയൽസ് ഉണ്ട് എന്ന് കോടതി പറയുകയാണ്. ഓക്കെ, അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ ആ കോടതി വിധിയുടെ കണ്ടിട്ടില്ല, കോടതി വിധി കണ്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ആയിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യം നടത്തിത്തരാമെന്ന് ആവശ്യപ്പെടുകയും അതിന് പണം വാഗ്ദാനം ചെയ്യുകയും ആ പണം സ്വീകരിച്ചതിനും കൊടുത്തതിനും ഒക്കെ തെളിവ് വേണം. എങ്കിൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. തെളിവുണ്ട് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് ശ്രീ പ്രിൻസ്. എന്ന് മാത്രമല്ല, നോക്കൂ ഫാക്ച്വൽ റിപ്പോർട്ടിൽ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അഴിമതി നിരോധന നിയമപ്രകാരം കെ എം മാണിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണം എന്നാണ്. കോടതി പറയുന്നത് വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് ശരിയായാണ് അന്വേഷിച്ചത്, മേലുദ്യോഗസ്ഥൻ സത്യം മറച്ചുവെക്കാനാണ് ശ്രമിച്ചത് എന്നാണ്. നോക്കൂ, പ്രോസിക്യൂട്ട് ചെയ്യാം കെ എം മാണിയെ എന്ന വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി ശരിവച്ചിരിക്കുന്നു. ഓക്കെ, അല്ല, ഇതിപ്പോ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങളുണ്ട്. ആ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 350ഓളം സാക്ഷികളെ വിസ്തരിച്ചു. അത് തെളിവുകൾ ഇഴത്തി കാമ്പും കഴമ്പുമുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നാണ് ഇത് പുറത്തുനിന്ന് വിലയിരുത്തുന്നവരും പുറത്തുനിന്ന് വിലയിരുത്തുന്നത് എന്തിനാണ്? നോക്കൂ, കോടതി പറയുന്നത് എന്താണ് ശ്രീ പ്രിൻസ്? കോടതി വിലയിരുത്തുന്നത് തെളിവുകൾ ഉണ്ട് എന്നാണ്. സാക്ഷിമൊഴികളെ കോടതി വിശ്വസിക്കുന്നു. ജേക്കബ് കുര്യൻ 15 ലക്ഷം ജോൺ കല്ലാട്ടിന് കൊടുത്തതായി മൊഴി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച്. ജോൺ കല്ലാട്ട് തിരികെ പണം കൊടുത്തിട്ടില്ല. അക്കൗണ്ടിൽ, അതായത് KBHOയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടുമില്ല. അതുകൊണ്ട് കെ എം മാണിയുടെ വസതിയിൽ വെച്ച് 22-ാം തീയതി പണം കൈമാറിയതിന് വിശ്വസിക്കാവുന്ന തെളിവുകൾ ഉണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. പുറത്തുനിന്ന് നിരീക്ഷണം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് കോടതി നിരീക്ഷണം നടത്തി കോടതിയുടെ നിരീക്ഷണം നടത്തി തുടരന്വേഷണത്തിനല്ല ഉത്തരവിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കോടതി നിരീക്ഷിച്ച് കേരളത്തിലെ ധനമന്ത്രി കുറ്റക്കാരനാണെന്ന് ഉത്തരവിനകത്ത് പറയുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെയൊന്നും പറയുന്നില്ല.
കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ടാകാം. എല്ലാ നിരീക്ഷണങ്ങളും ശരിയാവണമെന്നില്ലല്ലോ. ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തട്ടെ. ഈ കേസിൽ നടന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് ശേഷമുള്ള കോടതിയുടെ പരാമർശങ്ങളാണിവ. അവ ഉത്തരവിന്റെ ഭാഗമാണ്. ശ്രീ പ്രിൻസ് ലൂക്കോസ്, അദ്ദേഹത്തെ കുറ്റക്കാരനായി കോടതി പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ കേസിൽ കുറ്റപത്രം നൽകാനുള്ള മതിയായ തെളിവുകൾ ഉണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒരു തവണ പണം കൈമാറിയത്, അതായത് 31-ാം തീയതി പാലായിൽ വെച്ച് പണം കൈമാറിയതിന് മതിയായ തെളിവുകളില്ല. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന അഭിപ്രായം കോടതിക്ക് ഉള്ളപ്പോൾ തന്നെ അതിനു മുൻപ് 22-ാം തീയതി പണം കൈമാറിയതിനും അതിനുശേഷം ഏപ്രിൽ 2-ാം തീയതി പണം കൈമാറിയതിനും തെളിവുകൾ ഉള്ളതായി കോടതിക്ക് ബോധ്യമുണ്ട്. അത് അങ്ങനെ ആവാൻ വഴിയില്ല. കോടതി അതിനെ സംബന്ധിച്ച് വല്ല നിരീക്ഷണങ്ങൾ നടത്തി പറഞ്ഞിട്ടുണ്ടാകും. അതിന്റെ പശ്ചാത്തലത്തിലാവാൻ ചിലപ്പോൾ അതിന് തുടരന്വേഷണത്താണ് വിടുന്നത്. അത് അന്വേഷിക്കുന്നത് അന്വേഷണ ഏജൻസിയാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് തെളിവുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ ധനമന്ത്രിക്കെതിരെ കേസെടുക്കാൻ. അല്ല, അന്വേഷണ ഏജൻസി അന്വേഷിച്ചല്ലോ ശ്രീ പ്രിൻസ്. അന്വേഷണ ഏജൻസി അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനൊരു ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുത്തു. അത് പ്രകാരം കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ അങ്ങനെ ആ അന്വേഷണ റിപ്പോർട്ടിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് അവിഹിതമായി വിജിലൻസിന്റെ ഡയറക്ടർ ഇടപെടൽ നടത്തി മറ്റൊരു റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ കൊടുപ്പിച്ചു. അതാണ് ഇവിടെ കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുകളിൽ മേലുദ്യോഗസ്ഥൻ സത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചു. അതാ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് വിജിലൻസ് കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ 9 പേർ കൊടുത്ത ഹർജിയിൽ തുടരന്വേഷണം വേണോ വേണ്ടയോ എന്നാണ്. അതിനെ സംബന്ധിച്ച് തുടരന്വേഷണം വേണം എന്നാണ് ഉത്തരവ് പിടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ധനമന്ത്രിയെ കുറ്റക്കാരനാക്കിയ കാര്യങ്ങളൊന്നും അവിടെ പരാമർശ വിഷയമായി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ആ ഉത്തരവിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ല അത് അതുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ ഇവിടെ പാമോയിലിൻ കേസിൽ എത്രയോ ഹർജികളും എത്രയോ പരിശോധനകളും നടത്തി. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി നടത്തി. അവസാനം കണ്ടെത്തായി മല എലിയെ പ്രസവിച്ച പോലെ ആയില്ലേ കാര്യങ്ങളെല്ലാം കോടതി. അത് ശ്രീ പ്രിൻസ് ലൂക്കോസ് ഒരു താരതമ്യമല്ല. ഒന്ന്, പാമോലിൻ കേസിലെ കോടതി പരാമർശം വന്നപ്പോൾ ഉമ്മൻചാണ്ടി രാജിവെക്കാത്തത് കൊണ്ട് കെ എം മാണി രാജിവെക്കേണ്ട എന്ന് രാഷ്ട്രീയമായി പറയാം. പക്ഷേ അത് പാമോലിൻ കേസിലെ ഒരു സാക്ഷിയായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിയാകുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിയാക്കാൻ മതിയായ തെളിവുണ്ടോ എന്നായിരുന്നു ആ വിജിലൻസ് സംഘം അന്വേഷിച്ചിരുന്നത്. അക്കാര്യത്തിൽ തെളിവില്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒന്നുകൂടി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഒരു തുടരന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മന്ത്രി കെ എം മാണി പ്രതിയാണ് എന്ന് മാത്രമല്ല, പണം ഇടപാട് സംബന്ധിച്ച് പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നതായി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നു. അജഗജാന്തരമുണ്ട് ഈ രണ്ട് കേസും തമ്മിൽ. അല്ല, ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നിപ്പം തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവിൽ ഒരിടത്തും കോടതിക്ക് കേരളത്തിലെ ധനമന്ത്രിയെ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാദം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാര്യങ്ങൾ അതിനകത്തില്ല. അത് കോടതി ഈ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ട കാര്യവുമില്ല. നിയമപരമായി പരിശോധിക്കേണ്ട കാര്യം കോടതിയില്ല. അതെ, അതിനൊരു വിചാരണാ ഘട്ടത്തിലേക്ക് കടക്കണം. വിചാരണാ ഘട്ടത്തിലേക്ക് കടക്കാതെ ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് എതിരെയാണല്ലോ സ്വാഭാവികമായും തുടരന്വേഷണം നടത്തി കൂടുതൽ വസ്തുതകൾ കൊണ്ടുവരാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടാകുക. ഇറ്റ് ക്യാൻ ബി seen that ഈ വാദത്തിലുള്ള തർക്കത്തിൽ there is sufficient materials in making a prima facie case എന്ന് ഈ ഉത്തരവിൽ എഴുതി വച്ചിരിക്കുന്നത് ശ്രീ പ്രിൻസ് ലൂക്കോസ് വ്യക്തമാണ്, കൃത്യമാണ്. അതെങ്ങനെ പറയാൻ കോടതിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ കോടതി മുൻപിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി. കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഹർജി എന്താണ്? കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഹർജി കേരളത്തിലെ ധനമന്ത്രിക്കെതിരായി കേസെടുക്കുവാനുള്ള തുടരന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ച് തുടരന്വേഷണത്തിന് നടത്തണമെന്ന് പറഞ്ഞ ഹർജി. അതിനകത്ത് കോടതി എന്തിനാണ് കേരളത്തിലെ ധനമന്ത്രി പണം വാങ്ങിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ കുറ്റം അദ്ദേഹം പണം വാങ്ങിയോ ഇല്ലയോ എന്നുള്ളതാണല്ലോ കേസ്. കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ ഇങ്ങനെയാണ്. ശ്രീ ബിജു രമേശ് വളരെ വ്യക്തമായി 2 തവണ പണം കൈമാറ്റം നടത്തിയതിനെ സംബന്ധിച്ച ബോധ്യം നീതിപീഠത്തെ സംബന്ധിച്ചും ഉണ്ടായിരിക്കുന്നു. അതേസമയം ഒരു തവണ, അതായത് 31-ാം തീയതി പാലായിൽ വെച്ച് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതിയായ തെളിവുകൾ ഇല്ല എന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഈ വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി കാണും. എന്താണ് പ്രതികരണം? വിധിന്യായത്തിൽ സത്യത്തിൽ ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി പോലെയാണ് ഗവൺമെൻറ് കാര്യങ്ങൾ ഈ ഗവൺമെൻറ് എടുത്ത നിലപാടും മാണി സാർ ഇപ്പോൾ ചെയ്യുന്ന നിലപാടും. കാര്യം ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ള വസ്തുത വളരെയേറെ സുതാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മാണി സാറിനും അറിയാം.
പക്ഷെ അത് അതിനെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത് കേസിനെ അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി അവരുടെ അധികാര സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കംപ്ലീറ്റ് കേസ് അട്ടിമറിക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷനിലാണ് ചെയ്യുന്നത്. ഈ കേസ് തന്നെ ഞാൻ ആദ്യം തന്നെ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറിക്കുമെന്നുണ്ടായ സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ കോടതി നിരീക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ അപ്പോൾ തന്നെ ഗവൺമെൻറ് വക്കീൽ വളരെയേറെ ശക്തമായിട്ടാണ് വാദിക്കുകയുണ്ടായത്. കോടതി കേസ് കംപ്ലീറ്റ് അന്വേഷണം കഴിഞ്ഞു, ചാർജ് ഫ്രെയിം ഒരാഴ്ചക്കുള്ളിൽ ചാർജ് ഫ്രെയിം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് കേസ് റെഫർ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വന്നപ്പോഴും ഇതേ പല്ലവി തന്നെയാണ് പറയുന്നത്, 2 ദിവസത്തിനുള്ളിൽ ചാർജ് കോടതി ഇത് കൊടുക്കുകയാണെന്ന്, പേപ്പറെല്ലാം റെഡിയായി കഴിഞ്ഞു, അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. കോടതി 3 പ്രാവശ്യം ഈ കേസ് വന്നപ്പോഴും അന്വേഷണം പൂർത്തിയായി തെറ്റിദ്ധരിപ്പിച്ച് 6 മാസത്തിലൂടെ ഈ കേസ് വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ കോടതിയെ ഈ ഗവൺമെൻറ് ഭാഗത്ത് നിൽക്കുന്ന വരുന്ന അഭിഭാഷകർ പോലും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഇതേ സമയത്ത് സാക്ഷികളായിട്ടുള്ളവരെല്ലാം സമ്മർദ്ദത്തിൽ കൊണ്ടുവരികയും ആ സമ്മർദ്ദത്തിലൂടെ കേസ് അട്ടിമറിക്കുകയുമാണ് ചെയ്യപ്പെടാൻ അവർ ചെയ്തത്. അതിൽ തന്നെയാണ് ഈ പറയപ്പെടുന്ന രാജ്കുമാർ അടക്കമുള്ളവരെ തന്നെ പല രീതിയിലും സാമ്പത്തികമായും പല രീതിയിലും സ്വാധീനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് അട്ടിമറിക്കപ്പെട്ടത്. ശരി, ശ്രീമതി സാറ ജോസഫ്, ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീമതി സാറ ജോസഫ്, ഇവിടെ കെ മാണിയുടെ വിഷയത്തിൽ ഒരു തുടരന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, വിജിലൻസ് ഡയറക്ടറെ തള്ളുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫാക്ച്വൽ റിപ്പോർട്ടിന് സാധൂകരണം നൽകുന്ന വിധത്തിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിയായ നിലയിലാണ് കേസ് അന്വേഷിച്ചത് എന്ന നിരീക്ഷണം കോടതി നടത്തുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മുടെ നീതിന്യായ കോടതി വളരെ കൃത്യമായ ചില നിലപാടുകൾ എടുക്കുമ്പോൾ അത് സത്യത്തിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുന്നത്. ബാർക്കോഴ കേസിലെ ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടി നടന്ന ഒരുപാട് തെറ്റായ സംഗതികളുണ്ട്. ബാർക്കോഴ കേസ് പുറത്തു വന്ന സമയത്ത് തന്നെ ആദ്യം FIR ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് ആം ആദ്മി പാർട്ടി കേസ് ഫയൽ ചെയ്തിരുന്നു. അന്ന് കോടതി അത് പ്രീമച്യൂർ ആണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ സുകേശന്റെ റിപ്പോർട്ട് അട്ടിമറിച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിൻ്റെ നിയമോപദേശകന്മാരുടെ വാക്ക് കേട്ട് ആ നിയമോപദേശം സ്വീകരിച്ച് മാണിക്കെതിരെ തെളിവില്ല എന്ന് പറയുകയും ആ കേസ് അങ്ങനെ തന്നെ വിഴുങ്ങാൻ പൊതുജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ അഴിമതി നടന്നാൽ എല്ലാ സർക്കാർ മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന അവസ്ഥ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോടതി എടുത്ത നിലപാട് എന്ന് പറയുന്നത് അതിൽ നിന്ന് പതിവ് രീതിയിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു സംഗതിയാണ്. മാണിക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞ ആഹ്ലാദ പ്രകടനം നടത്തിയ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഈ കേസ് വളരെ സാരമായി പഠിച്ചത്. ഇതിനു വേണ്ടി ശ്രീ അജിത് ജോയ്, ആം ആദ്മി പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ അജിത് ജോയ് വളരെയധികം ശ്രമപ്പെട്ട് ഈ കേസിലെ എങ്ങനെയാണ് ഇത് ഇല്ലാതെയാക്കുന്നത് എന്ന് പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ആ ചെയ്തിട്ടുള്ള കാര്യം. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ തെളിവില്ല അല്ലെങ്കിൽ തെളിവുണ്ട് എന്ന് സ്ഥാപിക്കേണ്ടത് കോടതിയാണ്, അതല്ലാതെ ഏതെങ്കിലും നിയമോപദേശകരല്ല. അത്തരത്തിലുള്ള നിയമോപദേശം തേടിയത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തുകയായിരുന്നു. മറ്റൊന്ന്, സുപ്രീം കോടതിയുടെ താജ് കേസ്, ആ താജ് കേസ് വിധിയും സമാനമായ ഒരു സംഗതിയാണ്. അത് പറയുന്നത് പ്രകാരമാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ മേലുദ്യോഗസ്ഥന് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ട് എങ്കിൽ അതിന്മേൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കോടതിക്കുള്ളതാണ്, അതല്ലാതെ വേറെ ഏതെങ്കിലും നിയമോപദേശകർക്കുള്ളതല്ല. അവിടെ തന്നെ ഇതിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അട്ടിമറി ബോധ്യപ്പെടുകയും വീണ്ടും കോടതിയെ സമീപിക്കാൻ ജോൺ ഇല്ലിക്കാടന്റെ ഈ ഉത്തരവ് എന്തായാലും ഇന്നു മുതൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ലഭ്യമാണ് ഒരർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ. അതിൽ തെളിവില്ല കെ എം മാണി കോഴ വാങ്ങിയതിന് എന്ന ഇതുവരെയുള്ള സർക്കാരിൻ്റെ ആരോപണത്തെ, വാദത്തെ ഫലപ്രദമായി ഖണ്ഡിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജഡ്ജിക്ക്, ഒരു കോടതിക്ക് ഇവിടെ തെളിവുണ്ട് എന്ന ബോധ്യം വന്നിട്ടും നിങ്ങൾ വിചാരണ നടത്തി അന്തിമ കോടതിയിൽ നിന്ന് കുറ്റക്കാരനാണ് എന്ന വിധി വരുന്നത് വരെ ഞങ്ങൾ ഈ മന്ത്രിയെ സംരക്ഷിച്ചു കൊള്ളും എന്ന നിലപാടെടുക്കുമ്പോൾ അത് പൊതുജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത കൂടിയുണ്ടല്ലോ. കേരളത്തിലെ ആർക്കെങ്കിലും ബോധ്യപ്പെടുമോ ഭരണപക്ഷത്തിൻ്റെ ന്യായങ്ങൾ? ഈ കേസ്
വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ കേസ് ശ്രീ കെ എം മാണിക്കെതിരെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ പോലും ശ്രീ കെ എം മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല. അതായിരുന്നു UDF നിലപാട്. ഇപ്പോൾ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ല. അത് കേസ് കോഷ് ചെയ്യാൻ വേണ്ടി കൊടുത്ത പെറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ കോഷ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു പുനരന്വേഷണം നടത്തിക്കൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് തരൂ. അത് ചാർജ് ഷീറ്റല്ല, റിപ്പോർട്ട് തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ചാർജ് ഷീറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്താൽ പോലും രാജിവെക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന UDF സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. ശ്രീ വി എസ് സുനിൽകുമാർ, നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഞാൻ രാജിവെക്കുന്നില്ല എന്നൊരു മന്ത്രി തീരുമാനിച്ചാൽ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിടാനൊന്നും പറ്റില്ല. ഇവിടെ അദ്ദേഹം കേസിൽ കുറ്റക്കാരനാണ് എന്ന് വിധി വരാത്തത് കൊണ്ട് തന്നെ അയോഗ്യതയുടെ പ്രശ്നവുമില്ല. ഇതിനെ രാഷ്ട്രീയമായി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? അല്ല, എൻ്റെ പ്രിയ സുഹൃത്ത് അജയ് തറയിലെ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഇപ്പം മലക്കം പറഞ്ഞ് പാർട്ടിക്കാരെ പേടിച്ച് വ്യക്തമായ നിലപാടിൽ മാറ്റം വരുത്തി എന്ന് കാണുന്നതിൽ വളരെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. നേരത്തെ സാറ ജോസഫ് പറഞ്ഞ പോലെ അജിത് ജോയ് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇതിനെതിരെ പോരാടിയവരൊക്കെയാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് അജിത് ജോയ് മാത്രമല്ല, ഞങ്ങളൊക്കെ ഇതിനെതിരെ പോരാടുകയും നിയമസഭയ്ക്ക് അകത്തും പുറത്തും കെ എം മാണിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷവും തുടർന്നു വന്നിരുന്ന ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം രാഷ്ട്രീയ പ്രേരിതമായ കാര്യമല്ലെന്നും കെ എം മാണി കൈക്കൂലി വാങ്ങി എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് കൈക്കൂലി വാങ്ങിയിട്ടില്ല, തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും കിട്ടിയിരിക്കുന്ന ശക്തമായ തിരിച്ചടിയാണിത്. ഇതിൽ ഇനി ഒരു നിമിഷം പോലും കെ എം മാണിക്ക് ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. ഈ വിധി ഇപ്പം ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കുറ്റവാളിക്കെതിരെ ഒരു കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ കോടതിയല്ല വിധി നടപ്പാക്കേണ്ട ആരാ? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് വിധി നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ എന്താ സംഭവിക്കാൻ പോവാ? അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിന് നീതി നടപ്പാക്കാൻ വേണ്ടി ഒരു കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആക്ഷൻ ചെയ്യേണ്ട ഗവൺമെൻറ് പറയുന്നത് എന്താ? ഇപ്പോൾ തെളിവില്ല എന്ന് പറയാണ്. ഇവിടെ വളരെ വ്യക്തമായി കെ എം മാണി കൈക്കൂലി വാങ്ങി അതിന് തെളിവുണ്ട് എന്ന് ഒരു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോസിക്യൂഷന്റെ പിന്നെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എന്താ? ആ കക്ഷിക്കെതിരെ അയാൾക്കെതിരായി കേസെടുക്കുക എന്നുള്ളതാണ്, അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അയാളെ പറ്റി പറയുന്നത് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി പറയുന്നത് എന്താ? ഒരു കേസും ഇല്ലാതാണ്, ഒരു തെളിവില്ല. മാത്രമല്ല ശ്രീ അജയ് തറയിൽ ഇവിടെ വിജിലൻസിന്റെ ഡയറക്ടറെ കോടതി രൂക്ഷമായി വിമർശിക്കുമ്പോൾ നോക്കൂ, മുൻപ് ഹൈക്കോടതി ബാഹ്യസമ്മർദ്ദം ഇല്ലാതെ അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞ കേസ് കൂടിയാണ് ഇത്. വിജിലൻസ് മാനുവൽ മാറ്റിവെച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിച്ച കേസാണ് ഇത്. ഇപ്പോൾ വിജിലൻസ് കോടതിക്ക് വിജിലൻസ് ഡയറക്ടറെ രൂക്ഷമായി വിമർശിക്കേണ്ടി വരികയും അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വരികയും ചെയ്യുമ്പോൾ സർക്കാർ ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്നും കൂടിയാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം. കെ എം മാണി സേഫാണ്, മാണി സാർ സേഫാണ് എന്ന് പണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി പ്രഖ്യാപിച്ചിരുന്നു. മാണി സാറിനെ സേഫാക്കാൻ ഈ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ കൂടിയാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. അഭിലാഷേ, KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിച്ചും പാർട്ടി നിലപാടുകൾ മറ്റ് നേതാക്കന്മാരെ ആലോചിച്ചുകൊണ്ടും പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞ വിഷയത്തിൽ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അല്ല, കേസ് അട്ടിമറിക്കാൻ കേസ് അട്ടിമറിച്ചത് ആഭ്യന്തര വകുപ്പാണല്ലോ. ആഭ്യന്തര വകുപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന വകുപ്പുമാണ്. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമായ അഭിപ്രായം പറയാം. ശ്രീ അജയ് തറയിൽ വിജിലൻസ് വകുപ്പിനെ, വിജിലൻസ് ഡയറക്ടറെ ഉപയോഗിച്ച് ആരാണ് ഇത്തരത്തിലൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ള പ്രശ്നം സ്വാഭാവികമായും വരും. ഈ കേസിലെ അന്വേഷണത്തിൻ്റെ സ്ക്രൂട്ടിനി ഉണ്ടായിരുന്ന ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ സത്യം വിജയിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞത്. സത്യം വിജയിച്ചു എന്ന്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന R. സുകേശൻ ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ്. ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് എങ്ങനെ ഒരു അന്വേഷണത്തെ ഒരു മന്ത്രിക്ക് അനുകൂലമായി വഴിതെറ്റിച്ചു എന്നതിൻ്റെ കൂടി ചിത്രമാണ് ഇന്ന് വെളിവാകുന്നത്. അഭിലാഷ്, ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് തുടങ്ങുന്ന സമയത്ത് ശ്രീ കെ എം മാണിക്കെതിരെ അന്വേഷിക്കാൻ ഉത്തരവിടുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പത്രക്കാരെല്ലാവരും കൂടി ഒരു മുന്നണിക്കകത്തെ മന്ത്രിക്കെതിരെ കേസെടുക്കുന്നു എന്ന് ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
കേസ് വിജിലൻസിന് സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. വിജിലൻസിന് അതിൻ്റെതായ ഏത് വഴിക്കും പോകാം. ഞാൻ ഒരു കാര്യത്തിലും ഇടപെടുകയില്ല എന്ന് ഈ കേസിൽ അന്വേഷണം നടത്തിയതും അതിന് ഇത് കോടതിയുടെ മുമ്പിൽ ഈ ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുത്തതും അല്ലെങ്കിൽ ഈ FIR ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും ഒക്കെ വിജിലൻസ് ആണ്. ഈ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി അല്പം പോലും ഇടപെട്ടിട്ടില്ല. ആദ്യമേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. ശരി, ശ്രീ ബിജു രമേശ്, അങ്ങനെ വിജിലൻസ് ഡയറക്ടർ സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർ സ്വന്തം തീരുമാനപ്രകാരം ഈ കേസിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കേസിൽ KM മാണിയെ കുറ്റപത്രം നൽകാൻ തെളിവില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ നിർബന്ധിച്ചതാണോ, നിർദ്ദേശിച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഉപകരണമായിരുന്നോ? രമേശ് ചെന്നിത്തല അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള കരുത്തുള്ള ശക്തി ആരായിരുന്നു എന്നുള്ള വസ്തുത നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. അദ്ദേഹം ഈ അരീക്കര ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ സമയത്താണ് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ചാനലുകളിൽ സംസാരിക്കുന്നത് കേട്ടത്. അദ്ദേഹത്തിന് കടുത്ത സമ്മർദ്ദം മാണി സാറിൻ്റെ കേസിൽ ഉണ്ടായിരുന്നുവെന്ന്. അത് ഒരിടത്ത് നിൽക്കട്ടെ. വിൻസൻ പോൾ സാറിൻ്റെ ഇത് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനലിലൊക്കെ പറഞ്ഞതാണ്, വിൻസൻ പോൾ സാറിന് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ഈ റിട്ടയർമെൻറ്റ് അദ്ദേഹം ഈ വരുന്ന നെക്സ്റ്റ് മന്ത് റിട്ടയർ ആവുകയാണ്. അപ്പോൾ ആ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 6 വർഷം വരെ നീട്ടി നിൽക്കുന്ന വിവരാവകാശ കമ്മീഷൻ്റെ CB മാത്യു സാർ മൊഴിയുന്ന തസ്തിക അദ്ദേഹത്തിന് നൽകാമെന്ന് ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫറിന് വഴങ്ങാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഈ കേസ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞത്. അപ്പോൾ പിന്നെ മാണി സാർ ക്യാഷ് മേടിച്ചു, വിൻസൻ പോൾ സാറ് ഒരു പൊസിഷന് വേണ്ടി ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു. രണ്ടുപേരും ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം ഈ അഴിമതി തന്നെയാണ്. അത് സ്ഥാനമായിട്ടോ ദ്രവ്യമായിട്ടോ അല്ലെ മറ്റേതെങ്കിലും രീതിയിൽ വാങ്ങുന്നു. ഒരു വിൻസൻ പോൾ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ? ഈ കേസിന്റെ സ്ക്രൂട്ടണിയുടെ ചുമതല ഉണ്ടായിരുന്നത് ADGP ജേക്കബ് തോമസിനായിരുന്നു. അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകിക്കൊണ്ട് ദർവേഷ് സാഹിബ് ആ പോസ്റ്റിലേക്ക് വന്നു. അദ്ദേഹമാണ് ഈ വസ്തുതാ റിപ്പോർട്ട് പരിശോധിച്ച് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ KM മാണിയെ ചാർജ് ചെയ്യാൻ തെളിവില്ല എന്ന് വിധി എഴുതിയത്. അതിന് ശേഷമാണ് വിജിലൻസ് നിയമോപദേശം വരുന്നത്. ഏറ്റവും ഒടുവിൽ വിജിലൻസ് ഡയറക്ടറുടെ വാറോലയും വന്നു. അപ്പോൾ ഇത് വിജിലൻസ് ഡയറക്ടർ മാത്രമായി നടപ്പാക്കിയ എടുത്ത ഒരു തീരുമാനമാകില്ലല്ലോ. കാര്യം ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 99% ഉദ്യോഗസ്ഥരും മുകളിൽ നിന്ന് പറയുന്നത് അതുപോലെ അജ്ഞാനം അനുസരിച്ച് ചെയ്യുന്നവരാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ DGPയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ, ഹോം മിനിസ്റ്റർ അടക്കമുള്ളവർ ഒരു കാര്യം ചെയ്യണമെന്നൊരു അഡീഷണൽ DGPയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുകയും DGP ഉൾപ്പെടെ വഴങ്ങുമ്പോൾ അതിന് വിഘാതമായി നിന്നതായിരുന്നു ജേക്കബ് തോമസ് സാറ്. അദ്ദേഹം അതിൽ നിന്ന് നെല്ലിട മാറാൻ തയ്യാറായില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പ്രൊമോഷൻ കൊടുത്ത് ഫയറിലേക്ക് അയക്കുകയും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹൗസിംഗ് കൺസ്ട്രക്ഷനിലേക്ക് അദ്ദേഹം പിന്നെയും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹത്തെ കൊച്ചാക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഈ സുകേഷിൻ്റെ തന്നെ ആ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങൾക്ക് IPS ഇതിലേക്ക് നിങ്ങളുടെ ലിസ്റ്റ് വരേണ്ടതാണ്, നിങ്ങൾക്കത് വേണ്ടേ എന്ന് വരെ ചോദിച്ചിട്ടും അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ രീതിയിൽ വരെ ഒരു ഉദ്യോഗസ്ഥന് IPS ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് 4 വർഷം കൂടി സർവീസിൽ തുടരാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ഗവൺമെൻറ് മിഷനറിയും മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ ഏത് ഒരുമാതിരിപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ സർക്കാർ ജോലിയിൽ നിൽക്കുന്ന കൊണ്ട് മാത്രം ജീവിക്കുന്നവർ അതിന് വഴങ്ങപ്പെടും, അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും മറ്റ് നടപടികളും പുറകെ വരും എന്ന് ഭയന്നിട്ട് തന്നെയാണ് അവരൊക്കെ ചെയ്യുന്നത്. ചിലർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു, മറ്റു ചിലർക്ക്. ഇവിടെ അഴിമതി നിരോധന നിയമപ്രകാരം KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ തുടങ്ങാനുള്ള നേരിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. KM മാണി മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാഷ്ട്രീയ തീരുമാനം എടുക്കാനോ ഒന്നും പോകുന്നില്ല. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ദുര്യോഗമാണ് എന്ന് കൂട്ടിക്കൊള്ളൂ. പൊതുസമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ദുര്യോഗം എന്നല്ല പറയേണ്ടത്, ദുസ്സാമർത്ഥ്യം എന്നാണ് പറയേണ്ടത്.
കാരണം എന്ന് വെച്ചാൽ എത്രയായി ഈ നാടകം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ബാർക്കോഴ അഴിമതിയുടെ പേരിൽ കോഴ നടന്നിട്ടുണ്ട്, കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഏത് കൊച്ചു കുട്ടിക്ക് വരെയും അറിയാം. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നവർക്ക് സർക്കാർ മെഷീനറി മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ആ അവസ്ഥയാണ് മാറേണ്ടത്. ഏതെങ്കിലും അന്വേഷണ ഏജൻസിയെ നമുക്ക് വിശ്വാസമുണ്ടോ? കാരണം എന്തുകൊണ്ടാണ്? അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അത് വിജിലൻസ് മാത്രമൊന്നുമല്ല, CBI അടക്കം നമ്മൾ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. അതിലെ ഇടപെടൽ നടത്തുന്നു. അത് നേരത്തെ ബിജു രമേശ് പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തിയിട്ടാവാം, സമ്മർദ്ദം ചെലുത്തിയിട്ടാവാം, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാവാം, അഴിമതി കൈക്കൂലി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നു എന്നുള്ളിടത്താണ് തകരാറ്. ഇത് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ കൊണ്ടുവരിക എന്നുള്ളതാണ് ജനങ്ങൾ ചെയ്യേണ്ട കാര്യം. മാണി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നതിലെ യാതൊരു തരത്തിലുള്ള മര്യാദയുമില്ല, മാനവുമില്ല, ധാർമ്മികതയുമില്ല. ഇപ്പൊ രാജിവെച്ച് ഇറങ്ങിപ്പോവാ വേണ്ടത്. അങ്ങനെയാണ് ജനപ്രതിനിധി മര്യാദയ്ക്ക് പെരുമാറേണ്ടത് ജനങ്ങളുടെ അടുത്ത്. ഇത് നമ്മുടെ നാട്ടിലെ പല ചൊല്ലുകളുണ്ട്, ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അതുപോലെ ഒരു കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആർക്കാ സാധിക്കാത്തത്? ഇത് ദുസ്സാമർത്ഥ്യമല്ലേ? എത്രയാണ് ഇപ്പോ തെളിവുണ്ടെന്നൊരു കോടതി പറഞ്ഞാലും ഞാൻ ഇറങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ മാണി രാജിവെച്ച് മാറി നിന്ന് അന്വേഷണം നേരിടുമ്പോൾ മാത്രമാണ് ഇനിയിപ്പോ കേരളത്തിലെ ജനങ്ങൾ അടുത്ത തവണയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ കാത്തിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ജനങ്ങൾക്ക് ആ ഒരു അവബോധം ഉണ്ടാവണം. അദ്ദേഹം തന്നെ മതി അടുത്ത ബജറ്റ് അവതരിപ്പിക്കാനും എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ തീരുമാനിക്കുന്ന ജനാധിപത്യത്തിന്റെ സാധ്യത ഏതാന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് ഇവരൊക്കെ തെരഞ്ഞെടുത്ത് വരണമെന്നുള്ളത്, അവിടെ എന്തൊക്കെ സമ്മർദ്ദങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്, അവിടെ എങ്ങനെയാണ് ജനങ്ങൾ സ്വയം കബളിപ്പിക്കപ്പെടണേ എന്നുള്ളത്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് എത്രയോ പ്രാവശ്യം ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ സ്ഥാനം ഒഴിഞ്ഞു. അതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ മനസാക്ഷി കൊണ്ടും ധാർമ്മികത കൊണ്ടും ആണ് എന്നാണ്. ഞങ്ങൾക്ക് ഈ സർക്കാരിലുള്ളവർക്ക് ഈ രണ്ട് കാര്യവും ഇല്ല എന്നുകൂടി തുറന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹം. അല്ല, വിൽസൺ പോള് അദ്ദേഹത്തിന്റെ മനസാക്ഷി കൊണ്ടും ധാർമ്മികത കൊണ്ടുമാണ് രാജിവെച്ചത്, ഒഴിഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് തന്നെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അത് അവരുടെ ഓരോ ആളുകളെയും മനസാക്ഷിയും ധാർമ്മികതയുമാണ്. അത് നമുക്ക് ആർക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ ചെറിയ പരാമർശമുണ്ടായപ്പോൾ രാജിവെച്ചവരുണ്ട്, വലിയ വിധിയുണ്ടായപ്പോൾ രാജിവെക്കാത്തവരുണ്ട്. അപ്പോൾ അത് ഒന്നും നമുക്ക് പറയാൻ കഴിയുന്ന വിഷയമല്ല. ഇവിടെ KM മാണി രാജിവെക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ്. അദ്ദേഹം തീരുമാനിക്കേണ്ട വിഷയമാണ്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരാംശം. അദ്ദേഹം തീരുമാനിക്കേണ്ട വിഷയമാണ് എന്ന് എത്ര എളുപ്പം പറയാം ശ്രീ അജയ് തറയിൽ. മന്ത്രി കോഴ വാങ്ങിയതിന് നേരിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കോടതി നിരീക്ഷിച്ച ശേഷവും വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ മന്ത്രിസഭയിൽ കൊണ്ടു നടക്കും എന്നൊരു മുഖ്യമന്ത്രിക്ക് പറയാമോ? അല്ല അഭിലാഷ്, അത് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട വിഷയമല്ലേ? എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ? റൈറ്റ്. ശ്രീ VS സുനിൽകുമാർ, എന്താണ് അടുത്തത്? എന്തായാലും KM മാണി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം സ്വതന്ത്രമായി നടന്നാൽ ഇനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുകളിൽ ആരുമില്ല എങ്കിൽ അദ്ദേഹത്തെ തിരുത്താൻ, അദ്ദേഹത്തിനെ കൊണ്ട് സ്ഥാപിത താല്പര്യം നടപ്പാക്കാൻ വേറെ ആരുമില്ല എങ്കിൽ ഒരുപക്ഷെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ മുൻപാകെ എത്തുമായിരിക്കാം. അങ്ങനെയൊക്കെ നടക്കുമെന്ന് കേരളം പ്രതീക്ഷിക്കണം. എൻ്റെ സുഹൃത്തെ, ഇത് CPയെ ഇവിടുന്ന് ഓടിച്ച സ്ഥലമാണ് ഈ കേരളം. ഇതിനേക്കാൾ വലിയ വേന്ദ്രന്മാരും ഇതുപോലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ജനങ്ങളെ അപഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ അധികം വെല്ലുവിളിച്ച ഒരു ഭരണാധികാരികൾക്കും അവർക്ക് അധികം കാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷം മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും KM മാണിക്കെതിരായി ഇനി നിലപാടെടുത്ത് മുന്നോട്ട് വരാൻ പോവാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ അതിശക്തമായ സമ്മർദ്ദത്തിലൂടെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ഞങ്ങൾ രംഗത്ത് വരികയാണ്. അതിന് പുറമെ നിയമപരമായ പോരാട്ടം ഇനിയും തുടരും. ആ നിയമപരമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ തുടരന്വേഷണം എന്ന് പറയുന്നത് കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലായിരിക്കണം. ഒരു കാരണവശാലും ഈ സംസ്ഥാന ഗവൺമെന്റിൽ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല, ഈ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഇവർ ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും ഒത്താശയും അട്ടിമറിയും ചെയ്ത ആൾക്കാരാണ്. അവരെ തന്നെ ഇത് വീണ്ടും ഏൽപ്പിക്കാൻ കഴിയില്ല. സുകേശൻ അന്വേഷിക്കുകയാണെങ്കിലും ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ വിജിലൻസോ ഇത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ കേസ് അട്ടിമറിക്കപ്പെടുകയും ഈ 101 തവണ അന്വേഷിക്കട്ടെ എന്ന് മാണി ഈ അഹങ്കാരത്തോടു കൂടി പറയുന്നതിന് കാരണം ആനപ്പുറത്തിരുന്ന് വേലി വിളിക്കുന്നവന്റെ മനോഭാവമാണ്. മാണി താഴ്ത്തിറങ്ങട്ടെ, മാണി രാജിവെച്ച് നോക്കട്ടെ. രാജിവെച്ച് കഴിഞ്ഞാൽ പറ ആളുകൾ തെളിവ് കൊണ്ടുകൊടുക്കും. ഇതിനേക്കാൾ വലിയ തെളിവുകൾ ഈ പറയുന്ന പല ബാർ ഉടമസ്ഥന്മാരും പറയാൻ മടിച്ച പല കാര്യങ്ങളും തുറന്നു പറയും. മാണി രാജിവെക്കാത്തതിന്റെ കാര്യം ആനപ്പുറത്തിരുന്ന വേലി വിളിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അവിടെ അധികകാലം
KM മാണി സംഘത്തിനും ഈ അഹങ്കാരവും കൊണ്ട് കേരളത്തിൽ നടക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അത് ഇനിയുള്ള ദിവസങ്ങൾ കാണാൻ പോവാണ്. ശരി, ശ്രീ ബിജു രമേശ്, താങ്കൾ ഈ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരുന്നെങ്കിൽ CBI അന്വേഷണത്തിനായി കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഒരു തുടരന്വേഷണം നടക്കും എന്ന് ഉറപ്പായിരിക്കുന്നു. പക്ഷേ വിൻസനും പോൾ മാറിയാൽ വേറൊരു വിജിലൻസ് ഡയറക്ടർ വരും. താങ്കൾക്ക് ഉറപ്പുണ്ടോ ഇനി വരുന്ന അന്വേഷണം നീതിപൂർവകമായിരിക്കുമെന്ന്? അടുത്ത ആഴ്ച കോടതിയെ സമീപിക്കുമ്പോൾ വീണ്ടും വിജിലൻസ് കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഇനി തുടർന്നുള്ള അന്വേഷണം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിജിലൻസ് കോടതിയെ സമീപിക്കാനാണ് പോകുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ കോടതി ഗവൺമെൻറ് അഭിഭാഷകർ പറഞ്ഞത് അന്വേഷണം കഴിഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് പറയായിരുന്നു. ഇപ്പം ആവശ്യമുണ്ട് എന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. കാരണം അഴിമതി അതിനകത്ത് നടന്നിരിക്കുന്നതിനെ കേസിനെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉദ്യോഗ തലങ്ങളിൽ വന്നു എന്നുള്ള വളരെ സ്പഷ്ടമായി കോടതി പോലും കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്നുള്ള അന്വേഷണം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുമായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ആഴ്ച തന്നെ വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ്. അത് കോടതി നേരിട്ട് നോക്കുകയാണെങ്കിൽ മേൽത്തട്ടിലുള്ള ഇനി വരുന്ന DGPയുടെ ഇൻ്റർഫിയറൻസോ ADGPയോ DGPയുടെ ഇൻ്റർഫിയറൻസ് വരാതെ കോടതിയെ തന്നെ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ഈ പറഞ്ഞ പോലെ പകുതി പോലും ഇതിന്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല. വളരെ നന്ദി ശ്രീ ശ്രീമതി സാറ ജോസഫ്, ശ്രീ അജയ് തറയിൽ, ശ്രീ പ്രിൻസ് ലൂക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.